ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ബ്ലിസ് വിത്ത് ദാനിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരുപാട് ദിവസമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വരാൻ കാരണം നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പുതുവർഷത്തെ വരവേൽക്കാനാണ്. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു പുതുവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു പുതുവർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോട് ഇന്ന് ഞാനൊരു ടെക്നിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിഷൻ ബോർഡിനെ കുറിച്ച്. അപ്പോൾ വിഷൻ ബോർഡ് എന്താണെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ നമ്മളുടെ 2026 നമുക്ക് നടക്കാൻ പോകേണ്ട, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഒരു ബോർഡാക്കി, അതായത് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നേടിയെടുക്കാൻ പറ്റും. അതിന് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു 2026 നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരു വിഷൻ ബോർഡ് എല്ലാവരും തയ്യാറാക്കി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു A4 സൈസ് പേപ്പറിൽ നമുക്ക് ആഗ്രഹിച്ച നമ്മൾ ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് നമുക്ക് ആഗ്രഹങ്ങൾ, അതായത് വീടാവാം, കാറാവാം, നല്ലൊരു ജോലിയാകാം, അല്ലെങ്കിൽ ഒരു ട്രിപ്പായിരിക്കാം, നമ്മൾ ഫ്രണ്ട്സിനോടൊത്ത് കൂടിയിട്ടുള്ള നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊരു അതിൻ്റെയൊക്കെ ഒരു പിക്ചർ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഏത് സമയം നമ്മളുടെ ഒരു ഫോക്കസ് എത്തുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ച് വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഫോണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു വാൾപേപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു നോട്ടം ആ ഫോണിലെത്തുമ്പോൾ നമുക്കത് നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ മൈൻഡിലേക്ക് പതിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഏത് സമയവും നമ്മളത് കാണുന്ന എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അത് നമ്മുടെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് AI ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ, വാൾപേപ്പറാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ AI അറിയാത്തവരാണെങ്കിൽ നമുക്കത് പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടും ഒക്കെ നമുക്കത് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അടുത്ത 2027 ആകുമ്പോഴേക്ക് ഇതിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, എത്ര ആഗ്രഹങ്ങൾ നിങ്ങൾ നടന്നു എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ഇന്ന് തന്നെ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു ഡ്രീം ഏറ്റവും ബെറ്റർ നമുക്കത് നടക്കേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ഒരു സീക്രട്ടായി സൂക്ഷിച്ച് വയ്ക്കുക. എല്ലാവരോടും അത് പറഞ്ഞ് നടക്കാണ്ടിരിക്കുക. നമ്മളത് എന്ത് ചെയ്യുക, എനിക്ക് ഇന്നതാണ് ആഗ്രഹം, ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതൊന്നും ഒരു മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ ഏറ്റവും ബെറ്റർ നമ്മൾ എന്ത് ചെയ്യുക, വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരും കാണാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളെ വാൾഡ്രോബിൻ്റെ ഉള്ളിലോ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഏറ്റവും നല്ലത് അതാ. മറ്റുള്ളവരത് കാണുമ്പോഴും ഇതാക്കുമ്പോൾ അവർ മനസ്സിലേക്ക് ഇവൻ്റെ ഒരു ഇത് അങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക് അതൊരു നെഗറ്റീവായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നമ്മളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊരു സീക്രട്ടായിട്ട്, ഒരു രഹസ്യമായിട്ട് വെക്കുക. ഏറ്റവും ബെറ്റർ അതാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാനും നമ്മളതിങ്ങനെ പറഞ്ഞു നടക്കാണ്ട് നമ്മൾ ഒരു എന്താ പറയുക, നമ്മളുടേതായിട്ടുള്ള ഒരു ഇതിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്ത് തന്നെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും എന്ത് ചെയ്യുക, ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു 2026 വളരെ സന്തോഷത്തോടെ, 25 നമുക്ക് എന്തൊക്കെ നടന്നു എന്നൊന്നും നമ്മൾ കഴിഞ്ഞാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമ്മൾ ജീവിതത്തിലേക്ക് നടക്കാനും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളില്ലേ,
ആ കാര്യങ്ങൾ നമ്മൾ അത് മാത്രം വിഷ്വലൈസ് ചെയ്തിട്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശ്രമിക്കണം. നമ്മളെ ജീവിതത്തിൽ വന്നാലും ഇനി എത്ര ദുഃഖങ്ങൾ വന്നാലും നിങ്ങൾ 24 മണിക്കൂറും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്തൊക്കെ വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ മുഖത്തിൽ നിന്ന് ഒരു പുഞ്ചിരി അതൊരിക്കലും മായാതെ ഏത് സമയം നമ്മൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന് യൂണിവേഴ്സ് നമ്മളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. ഫോണിൻ്റെ വാൾപേപ്പർലെസ്, ഫോണില്ലാത്ത ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും ബെറ്റർ നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ വരുമ്പോഴൊക്കെ ഞാനത് നടന്നു, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, ഞാനൊരു ജോലിയിലാണിപ്പോൾ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ മൈൻഡിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എല്ലാവരും ഈ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ട് 2026 നമുക്ക് നല്ല ഹാപ്പിനെസ്സോട് വരവേൽക്കുക. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ലവ് യു.